ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് അഥവാ വൃത്തങ്ങളിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 155 3ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്: ഒരു സമചതുരവും അതിൻ്റെ 4 മൂലകളിലൂടെയുള്ള വൃത്തവും വരയ്ക്കുക. സമചതുരത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമായ വ്യാസങ്ങൾ വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും സമചതുരത്തിന്റെ മൂലകളും യോജിപ്പിച്ച് മറ്റൊരു ബഹുഭുജം വരയ്ക്കുക. ഇതൊരു സമ അഷ്ടഭുജമാണെന്ന് തെളിയിക്കുക. അതായത് ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന്റെ 4 വേർട്ടിസസിൽ കൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. പിന്നെന്താ വരയ്ക്കേണ്ടത്? ആ സ്ക്വയറിന്റെ സൈഡ്സിന് പാരലലായിട്ട് സെന്ററിൽ കൂടെ ഉള്ള ഡയമീറ്ററും വരയ്ക്കണം. അപ്പോൾ നമ്മൾ സർക്കിളിൽ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ്സിലേക്ക് സ്ക്വയറിന്റെ വേർട്ടിസസിൽ നിന്ന് ജോയിൻ ചെയ്ത് 8 സൈഡഡ് റെഗുലർ ഒക്ടഗൺ വരയ്ക്കണം. അത് റെഗുലർ ഒക്ടഗൺ ആണെന്ന് തെളിയിക്കുകയും വേണം. അപ്പൊ നമുക്ക് ആദ്യം അതിനെ വരയ്ക്കാം. ഇവിടെ സ്ക്വയറിന്റെ സൈഡ്സ് ഒന്നും തന്നിട്ടില്ല, സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നീളം എടുത്ത് വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ 5 സെന്റിമീറ്റർ എടുക്കുകയാണ്. ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആയിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാം. ഇപ്പം ഞാൻ ഇവിടെ സ്ക്വയർ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും തുല്യമാണ്. സ്ക്വയറിന്റെ ഡയഗണൽസും തുല്യമാണ്. ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ വികരണങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. അപ്പോൾ ആ വികരണങ്ങൾ പരസ്പര ലംബ സമഭാജികളാണെന്ന് നമുക്കറിയാം. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെന്നറിയാം. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതും വരയ്ക്കാം. ഞാൻ ഇവിടെ ഫസ്റ്റ് ഡയഗണൽ വരച്ചു. നമുക്ക് ഇത് റേഡിയസ് ആയിട്ട് എടുത്ത് നമുക്ക് സർക്കിൾ കംപ്ലീറ്റ് ആക്കാം. സർക്കിൾ വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ സെന്ററിൽ കൂടെ സൈഡ്സിന് പാരലായിട്ട് ലൈൻ വരയ്ക്കണം. നമുക്ക് സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്തിട്ട് പാരലൽ ലൈൻ വരയ്ക്കാം. അതായത് ഏത് ലൈനിന് പാരലായിട്ടാണോ വരയ്ക്കേണ്ടത് അതേ സെറ്റ് സ്ക്വയർ ചേർത്ത് വെക്കുക. സെറ്റ് സ്ക്വയറിന്റെ മറ്റേ സൈഡിൽ സ്കെയിലും ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത് അവിടെ കൊണ്ട് സെറ്റ് സ്ക്വയർ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പാരലൽ ലൈൻ വരച്ചാൽ മതി. കണ്ടല്ലോ? അതേപോലെ ഇപ്പുറത്തേക്കും വരയ്ക്കണം. അതായത് ഇതിന് പാരലായിട്ട് വെക്കുക. ഈ സൈഡിന് പാരലായിട്ടല്ലേ വരയ്ക്കേണ്ടത്. അപ്പോൾ ആ സൈഡിലേക്ക് സെറ്റ് സ്ക്വയർ ചേർത്ത് വെച്ചിട്ട് സെറ്റ് സ്ക്വയറിലേക്ക് സ്കെയിൽ ചേർത്ത് വെക്കുക. പതുക്കെ മൂവ് ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, വരയ്ക്കുക. കണ്ടോ? അപ്പോൾ സർക്കിളിൽ വേറെ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടിയല്ലോ. ഇതൊരെണ്ണം, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ. അപ്പോൾ ഈ വെർട്ടെക്സുമായിട്ട് ആ മൂലയും ഇപ്പൊ കിട്ടിയ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതാ ഇതുപോലെ എല്ലായിടത്തും ജോയിൻ ചെയ്യുക. അപ്പം നമ്മൾ ഫിഗർ കംപ്ലീറ്റ് ആക്കിയല്ലോ. അതായത് ടോട്ടൽ 8 വശങ്ങൾ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒക്ടഗൺ ആണ്, ഒക്ടഗൺ, അഷ്ടഭുജം. ഈ അഷ്ടഭുജം ഒരു സമ അഷ്ടഭുജമാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതായത് റെഗുലർ ഒക്ടഗൺ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ 2 വശങ്ങൾ, ആദ്യം നമുക്ക് ഈ 2 വശങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കാം. ഞാൻ ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന 2 വശങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കാം. ഇത് നമ്മുടെ സെന്ററുമാണല്ലോ, ഈ സർക്കിളിന്റെ സെന്ററുമാണ് അല്ലെ. ഇനി നമുക്ക് ഈ 2 ത്രികോണങ്ങൾ എടുക്കാം. ഈ 2 ചെറിയ ത്രികോണങ്ങൾ എടുക്കാം. ഈ എ ബി, ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഒക്ടഗണിന് പേര് കൊടുക്കുകയാണ്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് പേര് കൊടുക്കുകയാണ്. ഈ എ സി എന്നത് ഒരു കോഡല്ല, ഒരു ഞാണല്ലേ, കേന്ദ്രത്തിൽ നിന്നും വരച്ചിരിക്കുന്ന വര അല്ലെ. ആ കോഡിനെ സമഭാഗം ചെയ്യുമല്ലോ. കാരണം എന്താ? അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും അല്ലെ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്.
അല്ലെ. പിന്നെ ബൈസെക്ട് എന്ന് പറയുമ്പം ഈ വശവും തുല്യമാണല്ലോ. അപ്പൊ ഞാൻ ഈ പോയിന്റിന് പി എന്ന് പേര് കൊടുക്കുക. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ ഏതാണ്? APB എന്ന ത്രികോണവും CPB എന്ന ത്രികോണവും എടുക്കാം. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ APB ആൻഡ് ട്രയാങ്കിൾ CPB. ഇനി ഇതിനകത്തെ തുല്യമായിട്ടുള്ള വശങ്ങളും കോണുകളും ഒക്കെ നമുക്ക് എഴുതാം. അതായത് AP = CP ആണെന്ന് നമുക്കറിയാം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട്. പിന്നെന്താ നമുക്കറിയാവുന്നത്? ആംഗിൾ APB = ആംഗിൾ CPB = 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പിന്നെ ഈ PB ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണല്ലോ, ഈ കുഞ്ഞു വശം അല്ലെ. PB = PB. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഈ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ APBയും ട്രയാങ്കിൾ CPBയും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് എഴുതാമല്ലോ. So therefore triangle APB and triangle CPB are equal. ഈക്വൽ ആണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള പെയറുകളും തുല്യമായിരിക്കുമല്ലോ. ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചു ഈ 3 കണ്ടീഷൻസ് വെച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? AB = BC എന്ന് കിട്ടിയല്ലോ. therefore AB = BC കിട്ടിയല്ലോ. ഇനി നമുക്ക് എടുക്കുന്നത് രണ്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, അതായത് ഈ രണ്ട് വശങ്ങൾ തുല്യം, അതായത് BCയും CDയും തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കണം. ഇത് മുഴുവൻ തുല്യമാണെങ്കിലല്ലേ ഉള്ളൂ റെഗുലർ ആകത്തുള്ളൂ, സമഭുജമാകത്തുള്ളൂ അല്ലെ. നമുക്കിപ്പോൾ രണ്ട് വശങ്ങളെ തുല്യമായിട്ട് കിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ വശം കൂടെ തുല്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി സിമിലർലി ഇട്ട് എഴുതിയാൽ മതി, അതുപോലെ എന്നും പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ BCയും CDയും തുല്യമാകണമെങ്കിൽ ഞാൻ ഇത് ഇപ്പൊ കാണിക്കുന്നത്, അതായത് ഈ ഒരു പോയിന്റിന് നമുക്ക് Q എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഈ ട്രയാങ്കിൾ, അതായത് CPBയും DQCയും തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പൊ നമ്മൾ ഏതൊക്കെ ത്രികോണങ്ങളാണ് എടുക്കുന്നത്? കൺസിഡർ ട്രയാങ്കിൾ CPB. ഞാനിവിടെ ടിക്കിട്ട് കാണിക്കാം. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും CPB ആൻഡ് ട്രയാങ്കിൾ DQC. മനസ്സിലായോ? ഈ രണ്ട് ത്രികോണങ്ങളിൽ തുല്യമായിട്ടുള്ള വശങ്ങൾ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ഈ AC എന്നുള്ളത് ഈ സമചതുരത്തിന്റെ ഒരു വശമാണ് അല്ലെ. അതിന്റെ പകുതിയല്ലേ PC. കാരണം എന്താ? കേന്ദ്രത്തിൽ നിന്നുള്ള വര സമഭാഗം ചെയ്യുന്നുണ്ട്, പകുതിയാണ്. അതേപോലെ തന്നെയല്ലേ ഈ CEയും C മുതൽ E വരെയുള്ളതും ഈ സമചതുരത്തിന്റെ ഒരു വശമാണ്. അതിന്റെ പകുതിയല്ലേ CQ. അപ്പൊ PCയും CQയും തുല്യമല്ലേ അല്ലെ. അപ്പൊ നമുക്ക് എന്തെഴുതാം? PC = CQ എന്ന് എഴുതാവല്ലോ. ഇനി നമുക്ക് ഈ കോൺ എങ്ങനെ വരും? ഇത് 90 അല്ലേ. എങ്ങനെയാണ്? കേന്ദ്രത്തിൽ നിന്നും വരയ്ക്കുന്ന ഇത് ഒരു ഞാണാണല്ലോ, ഞാണിലേക്ക് വരയ്ക്കുന്ന വര ലംബ സമഭാജിയാണ്. സെൻട്രൽ നിന്നും ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പൊ ആംഗിൾ എങ്ങനെ എഴുതാം? ആംഗിൾ CPB = ആംഗിൾ DQC = 90 ഡിഗ്രി എന്ന് എഴുതാമല്ലോ. അത് രണ്ടും തുല്യമായല്ലോ. ഇനി ഈ ചെറിയ വശം ഉണ്ടല്ലോ, ഈ QD, ആ QD ഇതിനോട് തുല്യമാണോ എന്ന് നമുക്ക് നോക്കണം. നമുക്കറിയാവുന്ന കാര്യം എന്താ? OB ആരവ, റേഡിയസാ. ODയും റേഡിയസാ ആണല്ലോ. OB = OD ആണ്. ഇത് രണ്ടും റേഡിയസ് ആണ്, അഥവാ ആരവാണ് ആണല്ലോ. ഇനി അതിൽ നിന്നും ഈ OP കുറച്ച് കഴിയുമ്പോൾ OPയും OQയും തുല്യമാണല്ലോ. കാരണം എന്താണ്? കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്കുള്ള അകലവ അല്ലെ. ആ ഞാണിലേക്കുള്ള അകലം എങ്ങനെയാ തുല്യമായത്? ഇതൊരു സ്ക്വയർ ആണ് അല്ലെ. സ്ക്വയർ ആകുമ്പോൾ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഞാണുകളിലേക്കുള്ള വരയ്ക്കുന്ന ദൂരവും തുല്യമാണ്. ഈക്വൽ ആയിട്ടുള്ള രണ്ട് കോഡ്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ നീളങ്ങൾ തുല്യമാണ്.
അപ്പോൾ ഒ പിയും ഒ ക്യൂവും തുല്യമാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒ ഡിയിൽ നിന്ന് ഒ ക്യൂ മാറ്റിക്കഴിയുമ്പോഴല്ലേ ക്യൂ ഡി കിട്ടുന്നത്. അതേപോലെ ഒ ബിയിൽ നിന്ന് ഒ പി മാറ്റിക്കഴിയുമ്പോഴല്ലേ പി ബി കിട്ടുന്നത്. അതുകൊണ്ട് എന്തെഴുതാം? പി ബി ഈക്വൽ ടു ക്യൂ ഡി എന്ന് എഴുതാമല്ലോ. ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഇത് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൽ 1, 2, 3 രണ്ട് വശങ്ങളും അതിനിടയ്ക്കുള്ള കോണുകളും തുല്യമായതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് എഴുതാമല്ലോ. അതായത് SAS, ഇവിടെയും SAS ആണ്, ഇവിടെയും SAS ആണ്. അപ്പോൾ എന്തെഴുതാം? ത്രികോണം CPBയും ത്രികോണം DQCയും തുല്യമാണ്. അഥവാ ട്രയാങ്കിൾ CPB ആൻഡ് ട്രയാങ്കിൾ DQC ആർ ഈക്വൽ. എഴുതാമല്ലോ, മലയാളം മീഡിയംകാരെ അതുപോലെ എഴുതുക. അപ്പോൾ എന്ത് കിട്ടി? ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വശമല്ലേ ബി സിയും സി ഡിയും. അപ്പോൾ ബി സി ഈക്വൽ ടു സി ഡി എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഒന്നാമത്തത് എ ബി ഈക്വൽ ടു ബി സി, രണ്ടാമത്തത് ബി സി ഈക്വൽ ടു സി ഡി. അപ്പോൾ എന്തെഴുതാം? എ ബി ഈക്വൽ ടു ബി സി, ആ ബി സി ഈക്വൽ ടു സി ഡി ആയി. ഈ മൂന്ന് വശങ്ങൾ തുല്യമായി. ഇനി സിമിലർലി ഇട്ട് ബാക്കി എഴുതിയാൽ മതി. കാരണം എന്താ? ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായി കിട്ടും. പിന്നെ ഇത് ഇതിനോട് തുല്യമായിരിക്കും, പിന്നെ ഇത് ഇതിനോട് തുല്യമായിരിക്കും. അങ്ങനെ നമുക്ക് എല്ലാം ഒന്നും എഴുതണ്ട. Similarly, all sides of this. Similarly, we can prove that all sides are equal. Therefore, A, B, C, D, E, F, G, H is a regular octagon. അതുകൊണ്ട് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഒരു സമ അഷ്ടഭുജം ആണ്. ക്ലിയർ ആയല്ലോ? മലയാളം മീഡിയംകാർ കറക്റ്റായിട്ട് എഴുതി പോവുക. അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.